പ്രിയ ഉദ്യോഗാർത്ഥികളെ, മലയാളം അധ്യാപകൻ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചോദ്യാവലികൾ പരിചയപ്പെടുന്ന 4ാം ഭാഗം കഴിഞ്ഞ് 5ാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ സമയം കളയണ്ട. ഓക്കെ. ഈ ബോംബിൽ നശിക്കാത്ത യാതൊരു യാഥാർത്ഥ്യവും ഇനി നമ്പൂതിരിമാരുടെ അടുക്കളയിൽ ബാക്കി കാണില്ല. ആരുടെ വാക്കുകളാണ്? ഈ ബോംബിൽ നശിക്കാത്ത യാതൊരു യാഥാർത്ഥ്യവും ഇനി നമ്പൂതിരിമാരുടെ അടുക്കളയിൽ ബാക്കി കാണില്ല. ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ പല പേരുകൾ കാണും. ആ കൂട്ടത്തിൽ കെ കേളപ്പൻ്റെ പേരാണ് എടുത്തെഴുതേണ്ടത്. കാരണം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്നുള്ള കൃതിക്ക് അവതാരിക എഴുതി കൊടുത്തത് ആരെന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ അവസാനം നിർത്തിയത്, അല്ലേ, കഴിഞ്ഞ ക്ലാസ്. അപ്പോൾ ആ അവതാരികയിൽ ഒരു വരിയാണ് കെ കേളപ്പനാണ് ഉത്തരം. ഓക്കെ. അടുത്ത, കന്യകമാരുടെ കരപല്ലവങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്ന നാടകം ഏത്? അതും മറ്റൊരു കൃതിയല്ല. അടുക്കളയിൽ നിന്ന് അരങ്ങത്തി. കന്യകമാരുടെ കരപല്ലവങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തി. ബഷീറിൻ്റെ നോവലുകളിൽ ഏറ്റവുമധികം ആത്മകഥാസ്പർശമുള്ള കൃതി. ബഷീറിൻ്റെ മിക്ക കൃതികളും ആത്മകഥാസ്പർശമുള്ളത് തന്നെയാണ്. പക്ഷേ ഏറ്റവും അധികം ആത്മകഥാസ്പർശമുള്ളത് പാത്തുമ്മയുടെ ആട് എന്ന കൃതി. തിരുവന്തളി രേഖ പ്രസിദ്ധമാണ്. തിരുവന്തളി രേഖയുടെ കാലം 1538. തിരുവന്തളി രേഖയുടെ കാലം 1538. ഉദയംപേരൂർ സുനകദോസിലെ കാനോനകൾ കത്തനാർ വിവർത്തനം ചെയ്തത് ഏത് വർഷമായിരുന്നു? 1599. അപ്പോൾ ഉദയംപേരൂർ സുനകദോസിലെ കാനോനകൾ കത്തനാർ വിവർത്തനം ചെയ്തത് 1599 ആയിരുന്നു. വൈപ്പിൻകോട്ടയിൽ അച്ചടിശാല സ്ഥാപിച്ച വർഷം? വൈപ്പിൻകോട്ടയിൽ അച്ചടിശാല സ്ഥാപിച്ചത് 1602. 1602. എന്നാൽ അതേസമയം വൈപ്പിൻകോട്ടയിൽ അച്ചടിശാല സ്ഥാപിച്ചത് 1602. അമ്പഴക്കാട് മിഷണറിമാർ അച്ചടിശാല സ്ഥാപിച്ചത് എപ്പോഴായിരുന്നു? അമ്പഴക്കാട് മിഷണറിമാർ അച്ചടിശാല സ്ഥാപിച്ചത് 1663. പിൽക്കാലത്താണ്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. ആയില്യം തിരുനാൾ മഹാരാജാവ് മുൻകൈയെടുത്ത് ഒരു പാഠപുസ്തക കമ്മിറ്റി രൂപീകരിക്കുന്നത് ഏത് വർഷം? ആയില്യം തിരുനാൾ മഹാരാജാവ് മുൻകൈയെടുത്ത് പാഠപുസ്തക കമ്മിറ്റി രൂപീകരിക്കുന്നത് 1866. 1866 ആയില്യം തിരുനാൾ മഹാരാജാവ് മുൻകൈയെടുത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിക്കുന്നത്. ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ. കഥയുടെ ചരിത്രം പറയുമ്പോൾ അത് പരിഗണിക്കപ്പെടുന്ന ഒരു കൃതിയാണ്, അല്ലേ? ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ. അത് കേരളത്തിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകമാണെന്നും കേരളത്തിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകമാണെന്നും അറിയപ്പെടുന്നുണ്ട്. ഏത് വർഷമാണിത് പ്രസിദ്ധീകരിച്ചത്? ഈ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ പ്രസിദ്ധീകരിച്ചത് 1824 പറയപ്പെടുന്നു. 1824. ബെഞ്ചമിൻ ബെയ്ലിയുടെ ബൈബിൾ പരിഭാഷ, അദ്ദേഹം ബൈബിൾ പരിഭാഷപ്പെടുത്തി. അത് പുറത്തിറങ്ങിയ വർഷം 1829 പറയുന്നത്. 1829 ബെഞ്ചമിൻ ബെയ്ലിയുടെ ബൈബിൾ പരിഭാഷ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന സ്മരണ ഗ്രന്ഥം എഴുതിയത് മാലാത്തോപ്പിലാണ്. തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന സ്മരണ ഗ്രന്ഥം എഴുതിയത് മാലാത്തോപ്പിൽ. പുതുകവിതകളിൽ ഉൾപ്പെടുത്താവുന്ന കുരവ എന്ന കൃതി രചിച്ച എസ് കണ്ണൻ ഏത് ജില്ലയിലാണ്, എവിടെയാണ് ജനിച്ചത്? അപ്പോൾ പുതുകവിതകളിൽ ഉൾപ്പെടുത്താവുന്ന കുരവ എന്ന കൃതി രചിച്ച എസ് കണ്ണൻ എവിടെയാണ് ജനിച്ചത്? കോട്ടയം ജില്ലയിലെ പനമറ്റം ഗ്രാമത്തിലാണ് ജനിച്ചത്.
കോട്ടയം ജില്ലയിലെ പനമറ്റം ഗ്രാമത്തിൽ ജനിച്ച എസ് കണ്ണനാണ് കുരവ എന്ന കൃതി എഴുതിയത്. അത് പുതുകവിതകളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സമാഹാരം. മനുഷ്യ അസ്തിത്വത്തിൻ്റെ വിവിധ തലങ്ങൾ പ്രതിപാദിക്കുന്ന യഹൂദൻ എന്ന കഥാസമാഹാരം എഴുതിയത് ആരാണ്? യഹൂദൻ ഒരു കഥാസമാഹാരമാണ്. മനുഷ്യ അസ്തിത്വത്തിൻ്റെ വിവിധ തലങ്ങൾ പ്രതിപാദിക്കുന്ന യഹൂദൻ എന്ന കഥാസമാഹാരം എഴുതിയത് സുരേഷ് കുമാർ വി ആണ്. സുരേഷ് കുമാർ വി എന്ന യുവകഥാകാരനാണ്. മനുഷ്യാസ്തിത്വത്തിൻ്റെ വിവിധ തലങ്ങൾ പ്രതിപാദിക്കുന്ന യഹൂദൻ എന്ന കഥാസമാഹാരം എഴുതിയത് സുരേഷ് കുമാർ വി. ഡോക്ടർ വൈ വി കണ്ണൻ. ഈ കണ്ണന്മാർ തമ്മിൽ മാറിപ്പോകരുത്. അപ്പോൾ ഡോക്ടർ വൈ വി കണ്ണൻ എഴുതിയ മുത്തപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ചരിത്ര പ്രാധാന്യം എന്താണ്? മുത്തപ്പൻ എന്നൊരു കൃതി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. എഴുതിയത് ഡോക്ടർ വൈ വി കണ്ണൻ ആണ്. അദ്ദേഹത്തിൻ്റെ ആ മുത്തപ്പൻ എന്ന കൃതിയുടെ ചരിത്ര പ്രാധാന്യം മലബാറിലെ തെയ്യങ്ങളിൽ ഒന്നായ മുത്തപ്പൻ്റെ ചരിത്രവും ഐതിഹ്യവും തേടിയുള്ള യാത്രയാണ്. അപ്പോൾ മലബാറിലെ തെയ്യങ്ങളിൽ ഒന്നായ വളരെ പ്രസിദ്ധമാണല്ലോ മുത്തപ്പൻ തെയ്യം. അപ്പോൾ ഒന്നായ മുത്തപ്പൻ്റെ ചരിത്രവും ഐതിഹ്യവും തേടിയുള്ള യാത്രയാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. മുത്തപ്പനെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്നു. പല പഠനങ്ങളുടെയും പരാമർശിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും സമഗ്രമായി പ്രതിപാദിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥമാണ് ഇത് എന്നാണ് EP രാജഗോപാലൻ രേഖപ്പെടുത്തുന്നത് അതിൻ്റെ പഠനത്തിൽ അവതാരിക്കും. അപ്പോൾ മലബാറിലെ തെയ്യങ്ങളിൽ ഒന്നായ മുത്തപ്പൻ തെയ്യത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും തേടിയുള്ള യാത്രയാണിത് ഈ ഗ്രന്ഥത്തിലുള്ളത്. മുത്തപ്പനെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥമാണിതെന്ന് EP രാജഗോപാലൻ രേഖപ്പെടുത്തുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. കുനുസ്നയാൽ എന്ന വ്യക്തിയുടെ ജീവിതം പ്രതിപാദിക്കുന്ന നോവൽ. കുനുസ്നയാൽ എന്ന ജീവിതം പ്രതിപാദിക്കുന്ന നോവൽ 8 ചെറുപ്പക്കാർ നടത്തുന്ന യാത്രയിലൂടെ വിവരിക്കുന്നു. വളരെ രസകരമായി വിവരിക്കുന്നു. അതിൽ ബംഗാളിൻ്റെ ചരിത്രം കൂടെ പറഞ്ഞു പോവാൻ. ബംഗാളിൻ്റെ ചരിത്രം കൂടെ അതിനോടൊപ്പം ഒഴുകുന്നുണ്ട്. കുനുസ്നയാൽ എന്ന ജീവിതം പ്രതിപാദിക്കുന്ന കുനുസ്നയാൽ എന്ന ദേശചരിത്രം പ്രതിപാദിക്കുന്ന നോവൽ 8 ചെറുപ്പക്കാർ നടത്തുന്ന യാത്രയിലൂടെ ബംഗാളിൻ്റെ ചരിത്രം കൂടി പറയുന്നു. ജീവിതം കേട്ടെഴുതുന്ന അപ്പോൾ കുനുസ്നയാലിൻ്റെ ജീവിതം പ്രതിപാദിക്കുന്ന നോവൽ 8 ചെറുപ്പക്കാർ നടത്തുന്ന യാത്രയിലൂടെ ബംഗാളിൻ്റെ ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ജീവിതം കേട്ടെഴുതുന്ന ബെപ്പാദിത്യ ഇതിലൊരു കഥാപാത്രമാണ്. ബെപ്പാദിത്യ ജീവിതം കേട്ടെഴുതുന്ന ഇതിലെ ഒരു കഥാപാത്രമാണ്. ഈ കൃതിയുടെ അപ്പോൾ കുനുസ്നയാൽ എന്നുള്ളത് നോവലിൻ്റെയും നാമമാണ്. അപ്പോൾ ഇത് എഴുതി തയ്യാറാക്കിയതാരാണ്? നമ്മൾ കർത്താവിൻ്റെ പേര് ഇതുവരെ പറഞ്ഞില്ല. ബെപ്പാദിത്യ എന്ന് പറയുന്നത് കുനുസ്നയാലിലെ ഒരു കഥാപാത്രമാണ്. കുനുസ്നയാൽ എന്ന നോവലിലെ കഥാപാത്രമാണ് ബെപ്പാദിത്യ. 8 ചെറുപ്പക്കാർ നടത്തുന്ന യാത്രയിൽ ബംഗാളിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എഴുതിയത് സി ഗണേഷ് ആണ്. സി ഗണേഷിൻ്റെയാണ് കുനുസ്നയാൽ. കുനുസ്നയാൽ എഴുതിയതാര്? സി ഗണേഷ്. ഓർമ്മക്കുറിപ്പുകൾ എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന 100 ചിരിക്കഥകൾ എന്ന ഉപശീർഷകം കൊടുത്തിട്ടുള്ള മിണ്ടാട്ടം എന്ന കൃതി രചിച്ചതാര്? ഓർമ്മക്കുറിപ്പുകൾ എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന 100 ചിരിക്കഥകൾ എന്ന ഉപശീർഷകം കൊടുത്തിട്ടുള്ള മിണ്ടാട്ടം എന്ന കൃതിയുടെ പേര് മിണ്ടാട്ടമാണ്. മിണ്ടാട്ടം എന്ന കൃതി രചിച്ചതാര്? വിനോദ് നായരാണ്. മിണ്ടാട്ടം എന്ന കൃതി രചിച്ചിരിക്കുന്നത്. 100 ചിരിക്കഥകൾ എന്ന ഉപശീർഷകം
കൊടുത്തിരിക്കുന്ന ഓർമ്മക്കുറിപ്പുകളാണിത്. മലബാറിൽ നിന്ന് മദിരാശി മന്ത്രിസഭയിൽ അംഗമായ ആദ്യ ജനകീയ മന്ത്രി ആര്? മലബാറിൽ നിന്ന് മദിരാശി മന്ത്രിസഭയിൽ അംഗമായ ആദ്യ ജനകീയ മന്ത്രി കോങ്ങാട്ടിൽ രാമൻ മേനോനാണ്. കോങ്ങാട്ടിൽ രാമൻ മേനോൻ. കോങ്ങാട്ടിൽ രാമൻ മേനോൻ എവിടെ നിന്നാണ് മദിരാശി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? കോങ്ങാട്ടിൽ രാമൻ മേനോൻ എവിടെ നിന്നാണ് മദിരാശി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? 1937 പൊന്നാനി മണ്ഡലത്തിൽ നിന്നുമാണ്. കൺജങ്ഷൻസ് എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായി ഉപയോഗിക്കാവുന്ന മലയാള പദം ഘടകം എന്നാണ്. കൺജങ്ഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായി ഉപയോഗിക്കാവുന്ന മലയാള പദം ഘടകം. മുകുരം. മുകുരം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മുകുരം എന്ന പദത്തിൻ്റെ അർത്ഥം കണ്ണാടി എന്ന്, അല്ലേ? കണ്ണാടി. അപ്പോൾ മുകുരം എന്നാൽ കണ്ണാടിയാണ് അർത്ഥം. 1901 ജൂൺ 3-ാം തീയതി 1901 ജൂൺ 3-ാം തീയതി കാലടിക്കടുത്ത് നായത്തോട് എന്ന ഗ്രാമത്തിൽ ജനിച്ച സാഹിത്യകാരൻ ആരാണ്? 1901 ജൂൺ 3-ാം തീയതി കാലടിക്കടുത്ത് നായത്തോട് എന്ന ഗ്രാമത്തിൽ ജനിച്ച സാഹിത്യകാരൻ പ്രസിദ്ധനാണ്. 1965 പ്രഥമ ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആളാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. 1984, അടുത്ത ചോദ്യം, 1984 ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച തകഴി ശിവശങ്കരപ്പിള്ള ജനിച്ചത് എപ്പോൾ? എന്നാണ്? 1984 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ തകഴി ശിവശങ്കരപ്പിള്ള ജനിച്ചത് 1912. 1912 ഏപ്രിൽ 17-നാണ്. 1912 ഏപ്രിൽ 17-ന് ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തകഴി. എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ചത് 1980-ലായിരുന്നു. എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ചത് 1980 ആയിരുന്നു എന്നുള്ളത് ഓർക്കുക. അടുത്ത ചോദ്യം, 1926 മാർച്ച് 18-ന് പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ജനിച്ച ഒരു കവി നമുക്കുണ്ട്. ആരാ? 1926 മാർച്ച് 18-ന് പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ജനിച്ച കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എപ്പോഴായിരുന്നു? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും ലഭിച്ചിട്ടുണ്ട് 2019-ലാണ്. 2019. ഓക്കെ. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1926 മാർച്ച് 18-ന് പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂർ ദേശത്താണ് ജനിച്ചത്. 1931 മെയ് 27-ന് കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച ആളാണ് ONV കുറുപ്പ്. ONV കുറുപ്പിന് സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2007 ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു. അദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരം സ്വീകരിച്ചത് ഏത് വർഷമായിരുന്നു? 2010-ലാണ്. 2010-ലാണ് ജ്ഞാനപീഠ പുരസ്കാരം. 2007 ജ്ഞാനപീഠ പുരസ്കാരം 2010-ലാണ് അദ്ദേഹം സ്വീകരിച്ചത്. MD വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 1933 ജനിച്ച ആളാണ്. 1933 കൂടല്ലൂരിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ്. അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് 1995-ലാണ്. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് 1995-ലാണ്. P. ഭാസ്കരന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് 1970 ലഭിച്ചിട്ടുണ്ട്. P. ഭാസ്കരന് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് 1970 സ്ത്രീ എന്ന സിനിമയിലെ ഗാനങ്ങൾ. അതുപോലെ 1985 ലഭിച്ചു. 70 ലഭിച്ചു. പിന്നെ 85 മികച്ച ഗാനരചയിതാവിനുള്ള, അത് കൊച്ചു തെമ്മാടി എന്ന സിനിമയിലെ ഗാനങ്ങളൊക്കെയാണ്. കൊച്ചു തെമ്മാടി.
പിന്നീട് 1992 ഏറ്റവും ലേറ്റസ്റ്റ് അതായിരുന്നു. 1992 ലഭിച്ചിട്ടുണ്ട് വെങ്കലം എന്ന സിനിമയിലെ ഗാനങ്ങൾക്ക്. മലയാള സിനിമയ്ക്ക് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന JC ഡാനിയൽ പുരസ്കാരം അതും P. ഭാസ്കരന് ലഭിച്ചിട്ടുണ്ട്. അത് 1994 1994 P. ഭാസ്കരന് മലയാള സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു. Cascade of Thoughts, Musings of Father and His Daughter. ഇതിൻ്റെ കൃതിയാണ് Cascade of Thoughts, Musings of Father and His Daughter എന്ന കൃതി. Who wrote this work included short stories, ചെറുകഥകൾ ഉൾക്കൊള്ളുന്ന N. ഗോവിന്ദൻകുട്ടിയാണ് എഴുതിയത്. N. ഗോവിന്ദൻകുട്ടി. GK റീഡേഴ്സ് മീഡിയയാണ് പബ്ലിഷേഴ്സ്. അടുത്ത ചോദ്യം, ബാലസാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന കിളിത്തൂവൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ബാലസാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന കിളിത്തൂവൽ എന്ന കൃതി രചിച്ചത് പകൽക്കുറി വിശ്വനാണ്. പകൽക്കുറി വിശ്വൻ. M.P. ലിബിൻ രാജ് രചിച്ച നോവൽ ഏത്? M.P. ലിബിൻ രാജ് രചിച്ച നോവൽ മാർഗരീറ്റ എന്ന നോവൽ രചിച്ചത് M.P. ലിബിൻ രാജാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും വലിയ അംഗീകാരമായ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയത് പ്രശസ്ത എഴുത്തുകാരൻ റസ്കിൻ ബോണ്ടാണ്. എഴുത്തുകാരനായ റസ്കിൻ ബോണ്ട്. അപ്പോൾ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും വലിയ അംഗീകാരമായ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പ്രശസ്ത എഴുത്തുകാരൻ റസ്കിൻ ബോണ്ടിനെ കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു അക്കാദമി. റസ്കിൻ ബോണ്ടിന് അവാർഡ് നൽകാൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി. ആരൊക്കെയാണ് പോയത്? കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക്കും സെക്രട്ടറി K. ശ്രീനിവാസ റാവുവുമാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക്, സെക്രട്ടറി K. ശ്രീനിവാസ റാവു എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ റസ്കിൻ ബോണ്ടിൻ്റെ വീട്ടിൽ പോയി നൽകി. 25ാമത്തെ പത്മപ്രഭ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? 25ാമത് പത്മപ്രഭ പുരസ്കാരം 2024 ലഭിച്ചത് നമ്മുടെ പ്രിയ കവി റഫീഖ് അഹമ്മദാണ്. അതിൽ പത്മപ്രഭ പുരസ്കാരത്തിൻ്റെ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ NS മാധവനും കൽപ്പറ്റ നാരായണനും S. ശാരദക്കുട്ടിയുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായ വിലയിരുത്തൽ നടത്തിയുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. മാത്രമല്ല നമ്മുടെ റഫീഖ് അഹമ്മദിന് അർഹിക്കുന്നുമുണ്ട്, അവാർഡുകൾ അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാതന്ത്ര്യസമര സേനാനിയും പത്രപ്രവർത്തകനും കവിയുമായിരുന്ന എബ്രഹാം മാടമാക്കലിൻ്റെ ഓർമ്മയ്ക്കായി കൊച്ചിയിലെ നവോത്ഥാന സാംസ്കാരിക കേന്ദ്രം നൽകുന്ന സാഹിത്യ അവാർഡ് ഉണ്ട്. അത് 2004 ലഭിച്ചത് ആർക്കാണ്? സ്വാതന്ത്ര്യസമര സേനാനിയും പത്രപ്രവർത്തകനും കവിയുമായിരുന്ന എബ്രഹാം മാടമാക്കലിൻ്റെ ഓർമ്മയ്ക്കായി കൊച്ചിയിലെ നവോത്ഥാന സാംസ്കാരിക കേന്ദ്രം നൽകുന്ന സാഹിത്യ അവാർഡ് 2004 ലഭിച്ചത് C. രാധാകൃഷ്ണനാണ്. മുൻ വർഷങ്ങളിൽ എബ്രഹാം മാടമാക്കൽ പുരസ്കാരം ലഭിച്ചത് ആർക്കല്ല? ലീലാവതി, പത്മനാഭൻ, പ്രഭാവർമ്മ, സച്ചിദാനന്ദൻ, NS മാധവൻ, M. മുകുന്ദൻ തുടങ്ങിയവർക്ക് ഈ മാടമാക്കൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആകാശത്തിൻ്റെ ഒരു തുണ്ട് എന്ന പേരിൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആര്? K.C. ചന്ദ്രശേഖരനാണ്. K.C. ചന്ദ്രശേഖരൻ പിള്ളയാണ് ആകാശത്തിൻ്റെ ഒരു തുണ്ട് എന്ന പേരിൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത്. കൊല്ലം പരവൂർ പൊഴിക്കര കോതത്ത് കുടുംബാംഗമായ K.C. ചന്ദ്രശേഖരൻ പിള്ള എഴുതിയ നോവൽ ഏത്? നേരത്തെ ആകാശത്തിൻ്റെ ഒരു തുണ്ട് എന്ന പേരിൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയതാണ് K.C. ചന്ദ്രശേഖരൻ പിള്ള എന്ന് പറഞ്ഞു. കൊല്ലം പരവൂർ പൊഴിക്കര കോതത്ത് കുടുംബാംഗമായ K.C. ചന്ദ്രശേഖരൻ പിള്ള എഴുതിയ നോവൽ ഏത് എന്ന് ചോദിച്ചാൽ ബാക്കി വന്ന ജീവിതം അദ്ദേഹത്തിൻ്റെ നോവലാണ്. ആകാശത്തിൻ്റെ ഒരു തുണ്ട് ഓർമ്മക്കുറിപ്പ്. മനഃശാസ്ത്ര വിശകലനം സഹോദരൻ നടത്തുന്ന കുറ്റാന്വേഷണ സമാനമായ അന്തരീക്ഷത്തിലൂടെ മുന്നേറുന്ന സവിശേഷമായ രീതിയിൽപ്പെട്ട സജീവ് കുമാറിൻ്റെ നോവൽ ഏതാണ്? മനഃശാസ്ത്ര വിശകലനം സഹോദരൻ നടത്തുന്ന കുറ്റാന്വേഷണ സമാനമായ
അന്തരീക്ഷത്തിലൂടെ മുന്നേറുന്ന സവിശിഷ്ടമായ രീതിയിൽപ്പെട്ട എസ് സജീവ് കുമാറിൻ്റെ നോവൽ ആണ് നിരീക്ഷിക്കപ്പെട്ട റാഗിംഗ് പ്രതി എന്ന കൃതിയാണ് ആ നോവൽ. എസ് സജീവ് കുമാർ. തൊമ്മൻ തുരുത്ത് എന്ന നോവൽ രചിച്ചത് ആരാണ്? തൊമ്മൻ തുരുത്ത് എന്ന നോവൽ രചിച്ചത് കെ.പി. രാധാകൃഷ്ണ പണിക്കർ. ഭ്രൂണസമരം എന്ന കഥാസമാഹാരം എഴുതിയത് ആര്? ഭ്രൂണസമരം എന്ന കഥാസമാഹാരം എഴുതിയത് നജീബ് ചോമ്പാൽ. കാറ്റിലാടുന്ന പൂക്കുല എന്ന ചെറുകഥാസമാഹാരത്തിൻ്റെ രചയിതാവ് എസ് ശാന്തകുമാരിയാണ്. കാറ്റിലാടുന്ന പൂക്കുല, ഇതൊക്കെ പുതിയ കൃതികളാണ്. കാറ്റിലാടുന്ന പൂക്കുല എന്ന ചെറുകഥാസമാഹാരത്തിൻ്റെ രചയിതാവ് എസ് ശാന്തകുമാരി. ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന നോവൽ രചിച്ചത് മനോഹരൻ വി പേരകമാണ്. ഓജോ ബോർഡ് എന്ന നോവൽ എഴുതിയത് അഖിൽ പി ധർമ്മജനാണ്. കണ്ണകി എന്ന നോവൽ രചിച്ചത് ദീപുവാണ്. ദീപു രചിച്ച നോവലാണ് കണ്ണകി. എൻ്റെ സുഹൃത്തുമായിരുന്നു. ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച അനശ്വര നഗരം എന്ന നോവൽ രചിച്ചത് തോമസ് ഹെൻറി ഹൊൽക്കെയിൻ. മരുഭൂമികളുടെ ആത്മഭാഷണം എന്ന നോവൽ രചിച്ചത് സുരേലാൽ പി ആണ് മരുഭൂമികളുടെ ആത്മഭാഷണം എന്ന നോവൽ രചിച്ചത്. 20ാമത് കേശവദേവ് പുരസ്കാരം 2023-24 ലഭിച്ചത് ആർക്കാണ്? 20ാമത് കേശവദേവ് പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കിട്ടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. ഇത്തവണത്തെ 2023-24 ഒ വി വിജയൻ സ്മാരക പുരസ്കാരത്തിന് അർഹമായ എഴുത്തുകാർ. അർഹരായ എഴുത്തുകാർ വി ഷിനിലാൽ, കെ.പി. രാമനുണ്ണി, ജിൻഷ ഗംഗ. വിവിധ മേഖലകളിലുമായി ബന്ധപ്പെട്ടാണ്. വി ഷിനിലാൽ, കെ.പി. രാമനുണ്ണി, ജിൻഷ ഗംഗ എന്നിവർക്കാണ് ഒ വി വിജയൻ സ്മാരക പുരസ്കാരം ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. ശരീരദൂരം, ഹൈന്ദവം എന്നീ കഥാസമാഹാരം രചിച്ചത് കെ.പി. രാമനുണ്ണിയാണ്. ഹൈന്ദവം, ശരീരദൂരം എന്നീ സമാഹാരങ്ങൾ മുൻനിർത്തിയാണ് ഒ വി വിജയൻ സ്മാരക പുരസ്കാരം 2023 കെ.പി. രാമനുണ്ണിക്ക് നേടാനായത്. അതുപോലെ തന്നെ വി ഷിനിലാലിലെ 124 എന്ന കൃതി, അതും പരിഗണനാർഹമായ കൃതിയാണ്. 2024 ഒ വി വിജയൻ സ്മാരക പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത് പാത്തുമ്മയുടെ വീട് എന്ന കൃതിക്കാണ്. ഹരികൃഷ്ണൻ തച്ചാടനാണ് എഴുതിയത്. ഒ വി വിജയൻ പുരസ്കാരം 2023-24 അർഹമായ യുവകഥാകൃത്തിനുള്ള പുരസ്കാരം ജിൻഷ ഗംഗയുടെ തേറ്റ എന്ന കൃതിക്കാണ്. അടുത്ത ചോദ്യം, വിശപ്പ്, പ്രണയം, ഉന്മാദം. ഒരു കൃതിയുടെ പേരാണ് വിശപ്പ്, പ്രണയം, ഉന്മാദം. ഇത് ആത്മകഥയാണ്. ഈ ഒരു പേരിൽ ആത്മകഥ എഴുതിയത് ആരാണ്? മുഹമ്മദ് അബ്ബാസാണ്. മുഹമ്മദ് അബ്ബാസിൻ്റെ വിശപ്പ്, പ്രണയം, ഉന്മാദം എന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ്. തൽക്കാലം ഇത്രയും നിർത്താം. നമുക്ക് ഇന്ന് മറ്റു ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.